കൂറ്റനാടിനെ നടുക്കിയ വൻ കവർച്ചാ കേസിൽ പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മോഷണം നടന്ന് 3 ദിവസത്തിനകം പ്രതികളെ പിടികൂടാനായത് പോലീസിന്റെ അന്വേഷണ മികവ് കൂടിയായി മാറി. ആമക്കാവ് പൂയ ദിവസം തൊഴിക്കാട് ഹരിഭവനിൽ സുധീറിന്റെ വീട്ടിൽ നിന്ന് 25 പവൻ സ്വർണം കവർന്ന കേസിലെ പ്രതികളായ കാസർഗോഡ് സ്വദേശികൾ ഹാഷിം, മനോജ് എന്നിവരുമായാണ് പോലീസ് സംഘം തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. ഉത്സവ സീസണുകളിൽ വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്നതാണ് ഇവരുടെ രീതി. വീടിന്റെ പിൻവശത്തെ AC യൂണിറ്റിൽ ചവിട്ടി 2ാം നിലയിലേക്ക് കയറിയ പ്രതികൾ വാതിൽ തകർത്ത് അകത്തുകടന്ന രീതി തെളിവെടുപ്പിനിടെ പോലീസിനെ വിവരിച്ചു നൽകി. അലമാരകൾ കുത്തിത്തുറന്ന് സ്വർണം കവർന്ന ശേഷം മോഷണത്തിന് ഉപയോഗിച്ച കമ്പിപ്പാരകൾ സമീപത്തെ പറമ്പിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ഇവ പ്രതികൾ തെളിവെടുപ്പിനിടെ പോലീസിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മോഷണം നടന്ന് വെറും 3 ദിവസത്തിനുള്ളിൽ പ്രതികളെ വലയിലാക്കാൻ കഴിഞ്ഞത് പോലീസിന്റെ അന്വേഷണ മികവായി. DYSP ഷാജു K എബ്രഹാം, CI ബിജോയ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ശാസ്ത്രീയ തെളിവുകളിലൂടെ പ്രതികളെ കുടുക്കിയത്. സൻഫീർ, കമൽ, റഷീദ്, നൌഷാദ് അലി, റിയാസ്, അനിൽകുമാർ, സജീഷ്, ബിജേഷ്, ജയരാജ് തുടങ്ങിയ ഉദ്യോഗസ്ഥരടങ്ങിയ സംഘമാണ് കേസന്വേഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ആരാ കയറിയത്? സാറാണ് കയറിയത്? സാറും കൂടെ കയറിയോ? തുറന്നു. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.